ജീവിതത്തിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കണമെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. സോ അതിനു വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ മെജോറിറ്റി ഫോളോ ചെയ്യുന്ന കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ബാങ്കിൽ കൊണ്ടായിട്ട് നിക്ഷേപിക്കുന്നു, FD ആയിട്ട്, അല്ലെങ്കിൽ കുറേയൊക്കെ സേവിങ്സ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും. LICയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും. ദെൻ ട്രഡീഷണൽ ആയിട്ട് ചിറ്റ് ഫണ്ട്സിൽ കുറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ദെൻ റിയൽ എസ്റ്റേറ്റ് അല്ലേ, നമ്മൾ സ്ഥലം മേടിക്കുന്നു, റെന്റിന് കൊടുക്കുന്നു, ആ ഒരു പരിപാടി ഉണ്ട്. ഗോൾഡിൽ നിക്ഷേപിക്കുന്ന വ്യക്തികളുണ്ട്. ബട്ട് നമുക്കൊക്കെ അറിയാം, ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവാണ്. പലപ്പോഴും ഇൻഫ്ലേഷനെ തന്നെ, നമ്മുടെ പണപ്പെരുപ്പത്തെ തന്നെ ബീറ്റ് ചെയ്യുന്നില്ല പല റിട്ടേൺസും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഇൻഫ്ലേഷൻ തന്നെ അവിടെ ഒരു 6% 7% വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ അത്രത്തോളം വരുന്നില്ല. സോ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് റിട്ടേൺ നൽകുന്ന ഒരു അവന്യൂ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്, പോപ്പുലർ ആണ്, നിസ്സംശയം പറയാം, സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ്. അത് നമുക്ക് ഒന്നുകിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഷെയറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ബട്ട് ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതിന് കുറച്ച് ചീത്തപ്പേരുകൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിന് തന്നെയുണ്ട്. എന്തൊക്കെയാ സ്റ്റോക്ക് മാർക്കറ്റിനുള്ള ചീത്തപ്പേരുകൾ? അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള പൈസ മുഴുവൻ പോകും, വളരെ റിസ്ക് ആണ്, ആ പണിക്ക് പോകരുത്, ആ പൈസ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും നിങ്ങൾ അറിയുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും പറയുന്നൊരു വേർഡ് ഇത് മാത്രമായിരിക്കും. പല ആൾക്കാരുടെയും ചരിത്രങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ അവർ പറഞ്ഞു തരാം. അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അവരുടെ പൈസ പോയിട്ടുള്ള ആൾക്കാരുടെ ചരിത്രം. കേരളത്തിൻ്റെ കേസിലോട്ട് പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇപ്പോഴും അത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും കുറവാണ്. കുറച്ച് നാളായിട്ട് മാത്രമാണ് മ്യൂച്വൽ ഫണ്ടിലെങ്കിലും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ബട്ട് ഇതിനെപ്പറ്റി പഠിച്ച് ഇതിനെപ്പറ്റി മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിലൂടെ നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്നുണ്ട്. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. നിങ്ങളൊരു 25 വർഷം മുമ്പ് നിങ്ങളൊരു പ്രോപ്പർട്ടി മേടിച്ച് അത് റെന്റിന് കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് നിങ്ങൾക്ക് വാടക ലഭിക്കുന്നുണ്ട്, പിന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷനും അവിടെ സംഭവിക്കും. ഇത് രണ്ടുമാണ് അവിടെ ഉണ്ടാവുക. ദെൻ ഈ പറയുന്ന വാടക, റെന്റൽ ഈൽഡും അതുപോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷനും കൂടിയിട്ട് നമുക്ക് ലഭിക്കുന്ന റിട്ടേണിന് അവിടെ ഒരു പരിധിയുണ്ട്. എങ്ങനെ പോയാലും ഒരു 8%, 9% ഒക്കെ കിട്ടിയാലായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് ഈ സെയിം എമൗണ്ട് തന്നെ ഒരു 25 വർഷം മുമ്പ് നിങ്ങൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ക്രോഴ്സ് ആൻഡ് ക്രോഴ്സ് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ 25 വർഷം മുമ്പ് മേടിച്ച ആ ഒരു പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ടിൻ്റെ 10x ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. ബട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അവിടെ ചെയ്യുന്നൊരു കാര്യം എന്താ? നിങ്ങളിപ്പോൾ ഒരു സ്ഥലം മേടിക്കാൻ പോകുന്ന സമയത്ത് അവിടെ മിനിമം നിങ്ങൾ എന്തൊക്കെ ചെയ്യും? എവിടെയാണ് സ്ഥലം, ലൊക്കേഷൻ എന്താണ്, ദെൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, വാടകയ്ക്ക് ആൾക്കാരെ കിട്ടോ, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കില്ലേ. നമ്മൾ നേരിട്ടിട്ട് കാണുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? സ്ഥലം മേടിക്കുകയാണ് ചെയ്യുക. നമ്മളൊരു കല്യാണം കഴിക്കാൻ പോണ സമയത്ത് നല്ല അലയൻസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അന്വേഷിക്കും. ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാ ഇത്രത്തോളം അന്വേഷിക്കുന്നത്? ലൈഫ് ലോങ് നമ്മുടെ കൂടെ നിൽക്കേണ്ട ഒരു പാർട്ണറാണ്. സോ അത്രത്തോളം ചിന്തിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡിസിഷൻസ് എടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള ഹാർഡ് ഏൺ മണി സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന വെൽത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, റിട്ടേൺ വളരെ കൂടുതലായിരിക്കും. ബട്ട് ഇവിടുത്തെ പ്രശ്നം എന്താ? സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും ധാരണ എന്താണ്? ഒരു ഉറക്കം കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിലുള്ളൊരു ധാരണ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒരു കമ്പനിയിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ കമ്പനിയുടെ മൂല്യം കൂടുന്നതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെയും മൂല്യം കൂടുന്നത്. അപ്പോൾ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഈ ഇൻവെസ്റ്റ്മെന്റിനൊക്കെ നിങ്ങൾ ടൈം കൊടുക്കുന്നുണ്ട് അല്ലേ?
അതിൻ്റെ അപ്രീസിയേഷനും ദെൻ അതിൻ്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ പലപ്പോഴും. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ചേഞ്ച്, അതിൻ്റെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും നിങ്ങൾ അത്രത്തോളം ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പറയും റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഡള്ളാണ് അല്ലെ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്താ, അവിടെ റിസ്ക് എന്ന് പറയണത് ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ. ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കേസിലോട്ട് പോകുമ്പോൾ എന്താ, എല്ലാവരുടെ മനസ്സിൽ എന്താ, ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് പൈസ കിട്ടണം, അവിടെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. ബട്ട് നമ്മൾ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഒരു മിനിമം 5 years അല്ലെങ്കിൽ 10 years അല്ലെങ്കിൽ 15 years ഈ ഒരു ടൈം പീരീഡിലോട്ട് നിങ്ങൾ അത്യാവശ്യം നല്ല കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇനി നിങ്ങൾക്ക് ഡിറക്റ്റ് ആയിട്ട് അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അറിവില്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വെൽത്ത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 10 മടങ്ങായിരിക്കും. മിനിമം ഒരു 5 വർഷം തന്നെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടക്കുകയാണെങ്കിൽ 18 മുതൽ 20% വരെ റിട്ടേൺ നൽകുന്ന നല്ല കമ്പനീസ് ഉണ്ട്. ദെൻ മറ്റൊരു ചീത്ത പേര് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വളരെ കോംപ്ലക്സ് കൂടിയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നേരെ പോയിട്ട് ഗോൾഡ് മേടിച്ചാൽ മതി. റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, എല്ലാവർക്കും ഈസി ആയിട്ട് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിന്റെ കേസും ഇപ്പോൾ വളരെ ഈസിയാണ്, നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇതിനെ പറ്റിയിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു സാധാരണക്കാരായിട്ടുള്ള വ്യക്തിക്കും ഈ ഒരു വീഡിയോയിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, എങ്ങനെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അതിൽ നിന്ന് എങ്ങനെ വെൽത്ത് ജനറേറ്റ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So this is Kiran CS. Once again, welcome back to KCS classes. So നമുക്ക് ആദ്യമായിട്ട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് കാണാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 2 വേർഡ്സ് ഉണ്ട്. നമ്പർ 1 സ്റ്റോക്ക്, നമ്പർ 2 മാർക്കറ്റ്. ഇതിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നൊരു വേർഡാണ് അല്ലേ. ഇപ്പോൾ ശക്തൻ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റാണ് ഞങ്ങളുടെ തൃശ്ശൂരുള്ളത്. അവിടെ എന്താണ് നടക്കുന്നത്, പച്ചക്കറി നമ്മൾ വിൽക്കാനുള്ള ആൾക്കാരുണ്ടായിരിക്കും, മേടിക്കാനുള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്ഥലമാണ്. ദെൻ അവിടെ വിൽക്കാനുള്ള ആൾക്കാർ അവരുടെ പ്രോഡക്റ്റ് അല്ലെ, പച്ചക്കറി ആണെങ്കിൽ പച്ചക്കറി കൊണ്ട് വെക്കുന്നു, മേടിക്കാനുള്ള ആൾക്കാർ അത് വന്ന് മേടിക്കുന്നു. ദെൻ അവിടെ എന്താണ് സംഭവിക്കുന്നത്, വിൽക്കാനുള്ള തക്കാളി ആവട്ടെ, പടവലങ്ങ ആവട്ടെ, ബീൻസ് ആവട്ടെ, എന്തും ആവട്ടെ, ഇതിൻ്റെയൊക്കെ അല്ല വില തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, എത്രത്തോളം ആൾക്കാർ അവിടെ മേടിക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ വിഷു വരാൻ പോവാ, വിഷുവിൻ്റെ സമയത്താകുമ്പോൾ നമുക്കറിയാം പച്ചക്കറി കൂടുതൽ വേണം അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതുവരെ ചിലപ്പോൾ നോൺ വെജ് മാത്രം കഴിക്കുന്ന ആൾക്കാരടക്കം എന്ത് ചെയ്യും, കൂടുതൽ പച്ചക്കറിയിലോട്ട് തിരിയും. അപ്പോൾ ആൾക്കാർ കൂടുതൽ അവിടെ മേടിക്കാൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിൽക്കുന്നതിൻ്റെ വില അവിടെ കൂടും അല്ലേ, ഡിമാൻഡ് അവിടെ കൂടും. ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും അല്ലേ അല്ലേ. അപ്പോൾ ഇത് ഒരു സാധാരണ മാർക്കറ്റിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അതിപ്പോൾ ഏത് മാർക്കറ്റിലാണെങ്കിലും എന്തിൻ്റെ മാർക്കറ്റിലാണെങ്കിലും നമ്മൾ കാണുന്ന ഒന്നല്ലേ. ആൾക്കാർക്ക് കൂടുതൽ വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡിമാൻഡ് കൂടും, ആൾക്കാർക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ വില കുറയുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു മാർക്കറ്റിൽ സാധാരണ നടക്കുന്ന ഒരു പ്രക്രിയയാണ്, ഇതെല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്, പച്ചക്കറി മാർക്കറ്റിനെ പറ്റിയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലമാണ്, അവിടെ സാധനങ്ങൾ മേടിക്കാനുള്ള ആൾക്കാർ വരും, വിൽക്കാനുള്ള ആൾക്കാർ വരും, ഇത് നമുക്കറിയാം. ഇവിടെ പച്ചക്കറിക്ക് പകരം എന്താണ്, സ്റ്റോക്കാണ് എന്ത് ചെയ്യുന്നത്, വിൽക്കാനായിട്ട് വിൽക്കുന്നത്, സ്റ്റോക്കാണ് മേടിക്കാനായിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ സ്റ്റോക്ക്, അപ്പോൾ എന്താണ് സ്റ്റോക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റോക്ക് മേടിക്കാനും വിൽക്കാനുമുള്ള ഒരു സ്ഥലത്തെയാണ് നമുക്ക് എന്ത് പറയാൻ സാധിക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ ഇന്ത്യയിൽ മെയിനായിട്ട് 2 സ്റ്റോക്ക് മാർക്കറ്റുകളാണ് ഉള്ളത്, BSEയും അതുപോലെ തന്നെ NSEയും. BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്.
അപ്പൊ ഇങ്ങനെ 2 മാർക്കറ്റുകളുണ്ട്. അവിടെ നമുക്ക് സ്റ്റോക്ക് മേടിക്കാനും വിൽക്കാനും സാധിക്കും. ഇതെല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റോക്ക് മേടിക്കാനും വിൽക്കാനും സാധിക്കുന്ന മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന്. അതിന്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടി ഞാൻ ചേർക്കാണ്. പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസിന്റെ സ്റ്റോക്കുകളാണ് നമുക്ക് മേടിക്കാനും വിൽക്കാനും സ്റ്റോക്ക് മാർക്കറ്റിലൂടെ സാധിക്കുക. അപ്പോൾ പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഏത് കമ്പനീസിനെയാണ് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയാം? അതാണ് നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കഥയിലോട്ട് കിടക്കാം, ഒരു എക്സാമ്പിളിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കുറി വെക്കുക, അതല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടേക്കാണ്? ബിസിനസ്സിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു ബിസിനസ്സുകാരന് നമ്മുടെ പൈസ കൊടുക്കുകയാണ്. ദെൻ ആ ബിസിനസ് വളരുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ ലഭിക്കുകയാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അവിടെയാണ് നമുക്കറിയേണ്ടത് ഏത് തരത്തിലുള്ള ബിസിനസ്സിലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ബിസിനസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിസിനസ് തന്നെ എടുക്കാം. നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് KCS കെയർ എന്നാണ്. സോ ഇത് ആദ്യം ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ്. ഒറ്റയ്ക്ക് ഞാൻ തന്നെ തുടങ്ങിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് KCS കെയർ എന്ന് പറയുന്ന സ്ഥാപനം. തൃശ്ശൂരിലാണ് ഇത് തുടങ്ങിയത്. KCS കെയർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം നമ്മൾ തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഗുഡ് വില്ലിൻ്റെ ബേസിലാണ് സ്വന്തമായിട്ട് ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ ഒറ്റയ്ക്കൊരാൾ തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ്സായിരുന്നു ആദ്യം. അതിനുശേഷം എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ബിസിനസ്സിനെ കുറച്ചും കൂടി ഒന്ന് വളർത്തണമെന്ന്, ബിസിനസ്സിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കണം. അതിന് നമുക്ക് കൂടുതൽ എന്ത് വേണം? ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ എൻ്റെ അതേ വേവ് ലെങ്ത്തിലുള്ള 1-2 ടീച്ചേഴ്സ് അല്ലെങ്കിൽ സാറുമാർ അവർ പറഞ്ഞു അവർ ഇൻവെസ്റ്റ് ചെയ്യാം, ബട്ട് അവർക്ക് ആക്റ്റീവായിട്ട് ഇതിൽ വരാൻ പറ്റില്ല, അവർ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മുടെ പല കാര്യങ്ങളും ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ, അതിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ മൂലധനം, ക്യാപിറ്റൽ വേണ്ട ആവശ്യം വന്നു. സോ എങ്ങനെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു പാർട്ട് വേറൊരു വ്യക്തിക്ക് കൊടുക്കുക? അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബിസിനസ്സിന് ഒരു മൂല്യം, എൻ്റെ ബിസിനസ്സിൻ്റെ വാല്യുവേഷൻ ഞാൻ നടത്തണം, വേണ്ടേ? ഇപ്പോൾ വേറൊരു വ്യക്തിനെ ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഭാഗമാക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ നിശ്ചിത ശതമാനം ആ വ്യക്തിക്കും കൂടിയും കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താണ് അവിടെ ചെയ്യേണ്ടത്? നമ്പർ 1, എൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു വാല്യുവേഷൻ, മൂല്യം എത്രയാണെന്നുള്ളത് ഞാൻ പറയണം. ഇങ്ങനെയാണ് ഞാൻ മൂല്യം തീരുമാനിക്കുക. അവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ഗുഡ് വില്ല്, അല്ലേ? ഞാൻ എന്തൊക്കെ ഇത്ര നാളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ അങ്ങനെ വാല്യൂ ചെയ്ത്, എൻ്റെ ഗുഡ് വിൽ അടക്കം വാല്യൂ ചെയ്ത് ഞാനൊരു വിലയിട്ടു. ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് വിൽക്കാൻ പോവാണെന്ന് വിചാരിക്കുക നാളെ, ഒരു എക്സാമ്പിൾ പറയാണ്, വിൽക്കാൻ പോവാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂസഫ് അലി ലുലു കൊടുക്കാൻ പോവാന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് യൂസഫ് അലി ഉണ്ടാക്കിയിട്ടുള്ള ഗുഡ് വില്ലായിരിക്കും, അല്ലേ? അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഗുഡ് വില്ലും ദെൻ എൻ്റെ പല കാര്യങ്ങളൊക്കെ കൂടിയിട്ടായിരിക്കും ഞാനൊരു മൂല്യം അതിന് വെക്കുക. അപ്പോൾ ഞാൻ വെച്ച എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 10 ലക്ഷം രൂപയിൽ ഇനി പകുതി ഞാൻ വരുന്ന പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറയണു എൻ്റെ മൂല്യം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ് ബിസിനസ്സിൻ്റെ. സാറ് ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി എൻ്റെ കമ്പനിയുടെ ഈക്വൽ പാർട്ട്ണറായിട്ട് മാറാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ 5 ലക്ഷം രൂപ നമ്മുടെ സ്ഥാപനത്തിലോട്ട് ഇറക്കണു. പിന്നെ നാളെ മുതൽ ആ സാറ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രമോദ് സാറ് ഇനി എൻ്റെ സ്ഥാപനത്തിൻ്റെ കൂടെ ഭാഗമായി. സോ ആ 5 ലക്ഷം രൂപ ബിസിനസ് വളർത്താൻ എനിക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമായിട്ട് മാറി. ഓക്കെ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇനിയിപ്പോൾ എനിക്ക് തോന്നിയത്, അറ്റ് പ്രസൻറ്റ് ഇത് പാർട്ണർഷിപ്പ് സ്ഥാപനമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഈ സ്ഥാപനത്തിനെ മാറ്റണം.
KCS കെയർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി എമൗണ്ട് വേണം. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ വിട്ടിട്ട് പല പല സ്റ്റേറ്റിലോട്ട് നമുക്ക് പുതിയ കോഴ്സസ് ലോഞ്ച് ചെയ്യണം. അതിനൊക്കെ നമുക്ക് പണം വേണം. അപ്പോൾ സാധാരണക്കാരായുള്ള ബിസിനസ്സുകാരെ അപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ, നമുക്ക് ബാങ്കിൽ പോയിട്ട് ബിസിനസ് ലോൺ എടുക്കാം അല്ലേ. അപ്പോൾ ലോൺ എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ, പ്രോപ്പർ റീപേയ്മെൻറ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ അവിടെ വേണ്ടതായിട്ട് വരും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നൂലാമാലകൾ ഒരുപാടാണ്. അപ്പോഴാണ് അവിടെ നമ്മുടെ മുമ്പിൽ പുതിയൊരു വെളിച്ചം വന്നേ, നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ പൈസയുള്ള ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിലൂടെ നമുക്ക് പണം റേസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ്? അറ്റ് പ്രസൻറ്റ് ഇതൊരു പാർട്ണർഷിപ്പ് സ്ഥാപനമാണ്. ഞാൻ ഈ സ്ഥാപനത്തെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ പൈസയുള്ള ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിലൂടെ എനിക്ക് പണം റേസ് ചെയ്യാൻ സാധിക്കും. ബാങ്കിനെ വെറുതെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ലോൺ എടുത്ത്. ഓക്കെ, സോ പാർട്ണർഷിപ്പ് ആയിരുന്ന സമയത്ത് 10 ലക്ഷം മാത്രം മൂല്യമുള്ള സ്ഥാപനമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മൂല്യം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണക്കാക്കി വെച്ചിരിക്കുന്നത് 50 ലക്ഷമാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ 50 ലക്ഷം എന്ന് പറയുമ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്കും പ്രമോദ് സാറിനും ഈക്വൽ പ്രൊപ്പോർഷനാണ്. നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം, ചെറിയൊരു പോർഷൻ, ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം 10 ലക്ഷം മൂല്യമുള്ള യൂണിറ്റുകൾ പബ്ലിക്കിന് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം എങ്ങനെയാണ് നമ്മൾക്കത് പബ്ലിക്കിന് കൊടുക്കാൻ സാധിക്കുക? നേരത്തെ മൊത്തം എൻ്റെ ആയിരുന്നു, അതിൻ്റെ പകുതി പ്രമോദിന് കൊടുത്തു, ഇപ്പം ഈക്വലാ. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലൊരു 10 ലക്ഷം എടുത്തു. 10 ലക്ഷം എടുത്തു. ദെൻ ഈ 10 ലക്ഷത്തെ പല യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. 10 ലക്ഷത്തെ ഫോർ എക്സാമ്പിൾ 10 ലക്ഷം ഒരു ലഡു ആണെന്ന് കണക്കാക്കാം. 10 ലക്ഷം ഒരു ലഡു ഉണ്ട്. ദെൻ ആ ലഡുവിലെ ഓരോ മണികളും അതിൻ്റെ യൂണിറ്റുകളാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിന് നമ്മളൊരു വിലയിടാണ് 10 രൂപ. ഒരു യൂണിറ്റിന് എത്രയാണ്? 10 രൂപ. ദെൻ അങ്ങനെയുള്ള 1 ലക്ഷം യൂണിറ്റുകൾ നമുക്ക് പബ്ലിക്കിന് കൊടുക്കാൻ സാധിക്കും അല്ലേ. ടോട്ടൽ മൂല്യം 10 ലക്ഷം നമ്മൾ വാല്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു യൂണിറ്റിന് 10 രൂപ വെച്ചു. ഒരു യൂണിറ്റിന് 10 രൂപയാണ് നമ്മൾ വില വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഒരു യൂണിറ്റിന് 10 രൂപ. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം യൂണിറ്റുകൾ നമുക്ക് പബ്ലിക്കിന് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റോക്ക് മാർക്കറ്റിലൂടെ 1 ലക്ഷം യൂണിറ്റുകൾ. അപ്പോൾ ഈ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത്. ഒരു യൂണിറ്റിനെയാണ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പബ്ലിക്കിന് കൊടുക്കുകയാണ്. അപ്പോൾ പബ്ലിക്കിന് കൊടുക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, അതാണ് നമ്മളൊക്കെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. സ്ഥാപനങ്ങൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കയ്യിൽ പൈസ ഉള്ള ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചന്ദ്രേട്ടൻ്റെ കയ്യിൽ ഒരു 5000 രൂപയുണ്ട്. സാധാരണ ആള് പൈസ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 1 ഗ്രാം സ്വർണം മേടിക്കുക, എങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അതിന് പകരം ഈ 5000 രൂപ വെച്ചിട്ട് ചന്ദ്രേട്ടൻ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് KCS കെയർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചന്ദ്രേട്ടന് 500 യൂണിറ്റ് ലഭിക്കും, 500 ഷെയർ ലഭിക്കും. 500 × 10 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ചന്ദ്രേട്ടൻ എന്തിൻ്റെ ബേസിലാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? ചന്ദ്രേട്ടൻ എന്തിൻ്റെ ബേസിലാ? ചന്ദ്രേട്ടൻ ഒന്ന് അന്വേഷിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ KCS കെയർ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണ്. അതാദ്യം ഈ പറയുന്ന തൃശ്ശൂരാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കുറച്ചും കൂടി വളർന്നു. ദെൻ ഇപ്പോൾ അതിൻ്റെ പുതിയ പുതിയ ബ്രാഞ്ചസ് ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു. ദെൻ ഈ സ്ഥാപനം ഇനിയും വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വളരുകയാണെങ്കിൽ എൻ്റെ ഈ 5000 നാളെ എന്ത് ചെയ്യും, കൂടി വരും. ഒരു ഷെയറിൻ്റെ വാല്യൂ 10 ഉള്ളത് നാളെ 12 ആവാം, 15 ആവാം, 20 ആവാം, എത്ര വേണമെങ്കിൽ ആവാം, നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ. സോ 500 ഷെയർ ചന്ദ്രേട്ടന് ലഭിക്കുന്നുള്ളതാണ്
5000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിലൂടെ. സോ ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ എമൗണ്ട് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് റേസ് ചെയ്യാൻ സാധിക്കും. സോ ആ റേസ് ചെയ്ത എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് ഇത്ര യൂണിറ്റ് ഇത്ര എമൗണ്ടിന് മാത്രം നമ്മൾ ഇഷ്യൂ ചെയ്യണം എന്നുള്ളത്. അത് കമ്പനിക്ക് തീരുമാനിക്കാം. സ്റ്റാർട്ടിങ്ങിലൊക്കെ കമ്പനിക്കാണ് തീരുമാനിക്കാൻ സാധിക്കുക. സോ ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ആദ്യമായിട്ട് ഷെയർസ് പബ്ലിക്കിന് കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ പറയും ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഇനീഷ്യൽ പബ്ലിക് ഓഫറിലൂടെയാണ് നമുക്ക് നമ്മുടെ ഷെയർസ് കൊടുക്കാൻ സാധിക്കുക. സോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിലൂടെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കുന്നു. ആ ഫണ്ട് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് സ്ഥാപനത്തിനെ വളർച്ചയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. സോ ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻറ്റ് ആര്, ബിസിനസ്സുകാർ ചെയ്യുന്നൊരു പരിപാടി. ഇപ്പം നമ്മൾ സാധാരണ മാർക്കറ്റിൽ, പച്ചക്കറി മാർക്കറ്റിൽ പല പല ആൾക്കാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പച്ചക്കറി വിൽക്കുന്ന വ്യക്തി അല്ലേ, റീറ്റെയിലർ ആയിരിക്കും. മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നു. അത് കൊണ്ടുവരുന്ന ആൾക്കാർ ഇന്റർമീഡിയറീസ്, മേടിക്കുന്ന ആൾക്കാർ, ആ ഒരു പ്ലേസ് അല്ലെ, ഒരുപാട് പാർട്ടിസിപ്പൻസ് ഒരു മാർക്കറ്റിൽ, പച്ചക്കറി മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലും ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻ്റ് ആണ് ആര്, ഈ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സുകാരെന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് നമുക്ക് നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻ്റ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ഞാൻ പറഞ്ഞു, നമ്പർ 1. ദെൻ സ്റ്റോക്ക് മാർക്കറ്റിലെ മെയിൻ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാർ, നമ്മൾ ബിസിനസ്സിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസിന് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പണം റേസ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞു. എന്താണ് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആദ്യം ചിലപ്പോൾ സാധാരണ ഫോർമാറ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഈ പറയുന്ന ഒറ്റയ്ക്ക് ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ പാർട്ണർഷിപ്പ് ആകുന്നു. അതിനുശേഷം കൂടുതൽ പണം റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പബ്ലിക് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ IPO-ലൂടെ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അത് ഓടിപ്പോയാൽ നമുക്ക് നടക്കുന്നൊരു കാര്യമല്ല. ഒരുപാട് എലിജിബിലിറ്റി, ഒരുപാട് ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു 2 സ്റ്റോക്ക് മാർക്കറ്റുകളല്ലേ, BSE ഉണ്ട്, NSE ഉണ്ട്. അതിൽ BSEയിൽ ഏകദേശം 5700 കമ്പനീസും NSEയിൽ 1600 കമ്പനീസാണ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രത്തോളം കമ്പനീസാണുള്ളത്. അപ്പോൾ ഓടിപ്പോയാൽ നടക്കുന്നൊരു കാര്യമില്ല, കുറേ എലിജിബിലിറ്റീസ് ഉണ്ട് അവിടെ, അതൊക്കെ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളിലോട്ട് നമ്മളിപ്പോൾ കിടക്കുന്നില്ല. ഇനിയാണ് നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള നമ്മളെ പറ്റിയിട്ട് പറയാനുള്ള. ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓടിപ്പോയാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് BSEയിലോ NSEയിലോ നമുക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. അതിനാണ് ബ്രോക്കേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള. ഒരു ബ്രോക്കറുടെ സപ്പോർട്ടോടു കൂടി മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്നാണ് നമ്മൾ പറയാം. ഈ പറയുന്ന സെബി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന അതോറിറ്റിയാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സോ സെബി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സിലൂടെ മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ട് തക്കാളി മേടിക്കണമെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, നേരെ പോയിട്ട് എന്ത് ചെയ്യാം, എനിക്കൊരു 1 കിലോ തക്കാളി വേണമെന്ന് പറഞ്ഞിട്ട് മേടിക്കാം. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ സെബി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 1-2 സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്റെ പേര് പറയുകയാണെങ്കിൽ സിറോദ, അപ്സ്റ്റോക്സ്, ഇതൊക്കെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യയിലെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആണ്. സോ നമുക്ക് ഈ ബ്രോക്കേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയായിരുന്നു. എനിക്കൊരു നേരത്തെ പറഞ്ഞ പോലെ 500 യൂണിറ്റ് KCS കെയറിൻ്റെ വേണം, 500 ഷെയർ വേണം.
10 രൂപയാണ്, അപ്പോൾ എന്ത് ചെയ്യുക, 5000 രൂപ ഞാൻ നൽകാം എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്ത് പറയുന്നു. ഈ പറയുന്ന സ്റ്റോക്ക് ബ്രോക്കർ അത് മേടിച്ച് നമുക്ക് നൽകുന്നു. അതിന് പകരം നമുക്ക് എന്ത് തരും, ഇൻവെസ്റ്റ് ചെയ്യാനൊരു സർട്ടിഫിക്കറ്റ് നൽകും. അതിനെയാണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഈ ഒരു ട്രഡീഷണൽ രീതിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, ടെക്നോളജി മാറുന്നതനുസരിച്ച് ഫോൺ വിളിയിലൂടെയാണ് പറയാൻ നമ്മൾ. എനിക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഷെയർ വേണം, അപ്പോൾ അത് മേടിക്കുക അല്ലെങ്കിൽ അത് വിൽക്കുക, ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് ബ്രോക്കറിനെ ഫോൺ വിളിച്ചിട്ടാണ് പറയാം. ഇപ്പോൾ ടെക്നോളജി കുറച്ചും കൂടിയും വേറെ ലെവലിലായപ്പോൾ എന്താണ്, എല്ലാതും നമുക്ക് ഡിജിറ്റലി പോസിബിളാണ്. ഇവരുടെ ഒക്കെ ആപ്പുകളുണ്ട്, സീറോദയുടെ ഒക്കെ ആപ്പിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതൊക്കെ ഇപ്പോൾ പോസിബിളാണ്, ഈസി ആയിട്ട് പോസിബിളാണ്. നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, അല്ലെ, സേവിങ്സ് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇതൊക്കെ നമ്മുടെ അവൈലബിൾ ആണ്. എങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ പോസിബിളാണ്. ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് നൽകുക. അങ്ങനെ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ, അത് കേടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം, അല്ലേ, വേറെ ആരെങ്കിലും കൊണ്ടുപോകുമ്പോഴുള്ള ഒരു പ്രശ്നം, കത്തിപ്പോയാൽ ഉണ്ടാവുന്ന പ്രശ്നം, അതിൽ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ കൊണ്ടുവരാനുള്ള പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ ടെക്നോളജി വളർന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഡിജിറ്റലാക്കി എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആദ്യം പേപ്പർ മെറ്റീരിയലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്ന ഷെയറിൻ്റെ ആദ്യത്തെ ഷെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്താണ്, ഒരു മെറ്റീരിയലാണ്, അല്ലേ, ഒരു സർട്ടിഫിക്കറ്റ് ആണ്, അത് മെറ്റീരിയൽ ആയിരുന്നു. അതിനെ ഡീമെറ്റീരിയലൈസ്ഡ് ആക്കി. എന്താണ്, അതിനെ ഡിജിറ്റലാക്കി. ഡിജിറ്റലാക്കി എന്ന് പറയുമ്പോൾ എന്താ പറയാൻ സാധിക്കുക, മെറ്റീരിയൽ ആയിട്ടുണ്ടായിരുന്ന ഷെയർ സർട്ടിഫിക്കറ്റ് ഒരു മെറ്റീരിയൽ, ഒരു പേപ്പറാണ്, അതിനെ ഡീമെറ്റീരിയലൈസ് ആക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ അല്ലാണ്ട് ഡിജിറ്റലി ആക്കി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഷെയർ മേടിച്ചു കഴിഞ്ഞാൽ അത് ഡിജിറ്റലി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിനെയാണ് നമ്മൾ പറയാ ഡിമാറ്റ് അക്കൗണ്ട്. എന്താണ്, ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു നൽകാറ് ബ്രോക്കർ നമുക്ക് നൽകുന്നത് എങ്ങനെയാ, ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ആണോ, അതൊരു മെറ്റീരിയൽ അല്ലേ, അതിനെ ഡിജിറ്റലി ആക്കി. അപ്പോൾ എന്താണ്, മെറ്റീരിയലാക്കി. അപ്പോൾ ഡിജിറ്റലി അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിനെയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കയ്യിലുള്ള പൈസ ബ്രോക്കർക്ക് കൊടുക്കുന്നു. ബ്രോക്കർ നമുക്ക് വേണ്ട ഷെയർ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ എന്തോ ആവട്ടെ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് അവർ ഈ പറയുന്ന ഡിജിറ്റലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം എന്നുള്ളതാണ് നമ്പർ 1. ഇങ്ങനെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആണ്. സോ സ്റ്റോക്ക് മാർക്കറ്റിന് ഇപ്പോഴുള്ള ഒരു ചീത്തപ്പേരുണ്ട്, എന്താ, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള പൈസ മുഴുവൻ പോകുന്നുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പല രീതിയിൽ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. നമ്പർ 1 എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്ത് ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്. ഇവർ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അവർ 5 വർഷമോ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക, പിന്നെ അത് എടുക്കുക. ഓട്ടോമാറ്റിക്കലി ഇത്രത്തോളം ഗ്രോത്ത് ഉള്ള ഒരു കൺട്രിയുടെ ബിസിനസിന്റെ വളർച്ച അനുസരിച്ച് അതിന്റെ മൂല്യം കൂടുന്നുള്ളതാണ്. അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലും അതിന്റെ മൂല്യം കൂടും. സോ അങ്ങനെ വെൽത്ത് ഉണ്ടാക്കുന്ന ഒരു വിഭാഗം. രണ്ടാമതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക, അത് ട്രേഡിങ്ങിലൂടെയാണ്. എന്താണ് ട്രേഡിങ്? പലതരത്തിലുള്ള ട്രേഡിംഗ് ഉണ്ട്. ഇപ്പോൾ കാലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദെൻ ആ ഒരൊറ്റ ദിവസം തന്നെ അതിനെ പറയും ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയാം. ചിലപ്പോൾ നമ്മൾ കാലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 രൂപയാണെന്ന് വയ്ക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ 25 26 അപ്പോൾ 20 രൂപയ്ക്ക് മേടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, 26 രൂപയ്ക്ക് വിൽക്കുന്നു. അങ്ങനെ പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. ഇതിന്റെ ഫ്ലക്ച്വേഷൻ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. അതാണ് ട്രേഡിങ്. അതിൽ ചിലപ്പോൾ പൈസ ഉണ്ടാക്കാൻ പറ്റും, ചിലപ്പോൾ പറ്റില്ല. സോ അതാണ് നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും കേട്ടിട്ടുണ്ടാവുക, ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ കളഞ്ഞു എന്നുള്ളത്, അല്ലേ? നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ സെക്കൻഡ് വെച്ചിട്ട്
ഈ പറയുന്ന ഓരോ കമ്പനികളുടെയും സ്റ്റോക്കിന്റെ വില കൂടിയും കുറഞ്ഞും കാണാൻ സാധിക്കും. റെഡിലോട്ട് പോകുന്നു, ഗ്രീനിലോട്ട് വരുന്നു, അല്ലേ, കാണാൻ സാധിക്കും. അതെന്താണ് സംഭവം? എങ്ങനെയാണ് ഇതിന്റെ പൈസ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നത്? ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗണിലേക്ക് എങ്ങനെയാ പോകുന്നത്? ഇപ്പോൾ 50 രൂപ ഉണ്ടായിരുന്നത് 55 ആവുന്നു, അല്ലേ, 54 ആവുന്നു, അല്ലേ, ചിലപ്പോൾ 60 ആവുന്നു, 65 ആവുന്നു, ചിലപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് കുറയുന്നു. ഇതിങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. എന്താണ് സംഭവം? എങ്ങനെയാണ് ഈ മൂല്യം തീരുമാനിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സോ ഞാൻ നേരത്തെ പറഞ്ഞു, KCS കെയർ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർസ് ഇഷ്യൂ നടത്തി എന്നുള്ളത്. സോ ഇഷ്യൂ നടത്തുമ്പോൾ ഒരു ഷെയറിന്റെ വില നമ്മൾ ഇട്ടത് 10 രൂപയാണ്, അല്ലേ. സോ ഇതിന്റെ മൂല്യം കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്തിന്റെ ബേസിലാ? നമ്പർ 1, നമുക്കറിയാം, നമ്മുടെ സ്ഥാപനം നന്നായിട്ട് വളരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആൾക്കാർക്ക് ഒരു ഇമേജ് കിട്ടുകയാണ്, നമ്മുടെ സ്ഥാപനം എക്സ്റ്റൻഷൻ അവിടെ നടക്കുന്നുണ്ട്, പുതിയ പുതിയ ഏരിയയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ എന്തുണ്ടാവണോ, അവിടെ നമ്മുടെ സ്റ്റോക്കിന് ഡിമാൻഡ് കൂടുന്നു, ഷെയറിന് ഡിമാൻഡ് കൂടുന്നു, ആൾക്കാർ കൂടുതൽ ഈ ഒരു സ്ഥാപനം സൂപ്പറാണല്ലോ, അവിടെ ആൾക്കാർ കൂടുതൽ മേടിക്കുന്നു. ഓട്ടോമാറ്റിക്കലി എന്താ, മേടിക്കാൻ ആൾക്കാർ കൂടുതലുണ്ട്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് ഡിമാൻഡ് കൂടും. അപ്പോൾ 10 രൂപ എന്നുള്ളത് 12 ആവും, 15 ആവും, 20 ആവും. ഇനി അപ്പുറത്ത് വേറെ ന്യൂസ്, നമ്മൾ പുതിയ ബ്രാഞ്ചസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഓൾറെഡി ഉള്ള ബ്രാഞ്ച് തന്നെ നമ്മൾ, അല്ലേ, അങ്ങനത്തെ ഉള്ളൊരു ബാഡ് ഒരു ന്യൂസ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ റൂമേഴ്സ് പോലെ ആവാം. അങ്ങനെ പരന്നു വിചാരിക്കുക, അപ്പം തന്നെ എന്തുണ്ടാവും എന്നുള്ളതാണ്, ഇതിന്റെ മൂല്യം കുറയും, ആൾക്കാർ വിറ്റ് പോവാന്നൊക്കെയാ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ എമ്പുരാൻ മൂവിയുടെ കേസ് തന്നെ ഒരു പ്രോഡക്റ്റ് ആണത്. നമ്മൾ ലൂസിഫർ മൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ മൂവി അത്രത്തോളം പോരാന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞേ. ടെക്നിക്കലി സൂപ്പർ ആണെന്ന് പറഞ്ഞു, ബട്ട് മൂവി കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫർ തന്നെയാണെന്നല്ല എന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം എന്താ ഉണ്ടായേ, പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിന് ആക്ച്വലി കളക്ട് ചെയ്യേണ്ട എമൗണ്ടിനേക്കാൾ വളരെ കൂടുതൽ കളക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ. പൊളിറ്റിക്സിന്റെ ഇൻവോൾവ്മെന്റ് വന്നപ്പോൾ അതൊരു ചർച്ചയായി സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ. ഓട്ടോമാറ്റിക്കലി ഇതെല്ലാവരും പോയി മൂവി കാണുന്നൊരവസ്ഥയായി. ആക്ച്വൽ കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ അതിനെന്ത് ലഭിച്ചു, അല്ലെ, ഡിമാൻഡ് അതിന് കൂടി. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ആക്ച്വൽ ക്വാളിറ്റി മാത്രമല്ല, നമ്മൾ പറഞ്ഞപ്പോൾ ലൂസിഫറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ അല്ല എന്ന് നമ്മൾ പറഞ്ഞു, എന്നാലും അതിന് കൂടുതൽ എന്ത് കിട്ടാണ്, അതിന്റെ മൂല്യം കൂടി വരാം. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഷെയറിന്റെ മൂല്യം കൂടുന്നതിന് അവിടെ അതിന്റെ ആക്ച്വൽ ഗ്രോത്ത്, അതിന്റെ ആക്ച്വൽ വളർച്ച മാത്രമല്ല, പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടാവുന്ന പല റൂമേഴ്സ്, അല്ലേ, അവര് ചിന്തിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾ, സെൻസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും അതിനെ ബാധിക്കുന്നതാണ്. ഇപ്പൊ അപ്പുറത്തെ രാജ്യത്തെ ട്രംപ് എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവന്നു, പല രാജ്യങ്ങളുടെയും പോളിസീസ്, ബഡ്ജറ്റ്, ഇതൊക്കെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ അവരുടെ മനസ്സിലെ ചിന്തകൾ മാറ്റും. അപ്പോൾ ഇതൊക്കെ എന്തുണ്ടാവും എന്നുള്ളതാണ്, ആൾക്കാർ ഈ പറയുന്ന സ്റ്റോക്ക് മേടിക്കാനും വിൽക്കാനും കാരണമാവുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ കാണുന്ന പൈസ ഇപ്പോൾ 50 രൂപ ഉണ്ടായിരുന്ന 55 പിന്നെ 56 പിന്നെ അടിയിലേക്ക് 50 വന്നു, പിന്നെ വീണ്ടും കൂടി. അതിനെ പറയുന്ന പേരാണ് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്. അവസാനമായിട്ട് ഇത് ട്രേഡ് ചെയ്തപ്പോൾ, അവിടെ മേടിക്കുകയും വിൽക്കുമ്പോൾ എത്ര എമൗണ്ടിനാണ് അത് വിറ്റിട്ടുള്ളതെങ്കിൽ ആ പ്രൈസ് ആണ് നമുക്ക് അവിടെ ഈ കയറുകയും കുറയുകയും ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുക. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ അത്രത്തോളം ഇൻവെസ്റ്റേഴ്സ് അവിടെ അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു ഇത്രത്തോളം ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുണ്ട്, അല്ലേ. BSEയിലാവട്ടെ NSEയിലാവട്ടെ ആ സ്റ്റോക്കുകൾ മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിലിങ്ങനെ ചാഞ്ചാട്ടം നമുക്ക് കാണുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ പൈസ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നത്. നിങ്ങളിതൊരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ മോർ ദാൻ 5 to 10 years അല്ലെങ്കിൽ 15 years ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അവിടെ കൂടി വരും, നോ പ്രോബ്ലം അവിടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇപ്പം നേരത്തെ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ. നെക്സ്റ്റ് അതിൻ്റെ കൂടെ അറിയേണ്ടതാണ്, നമുക്കിങ്ങനെ സ്റ്റോക്ക് മേടിക്കണമെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് കൂടി അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ
നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്. അതിൽ നിന്നുള്ള പൈസ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ബ്രോക്കർക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ കൊടുക്കുന്നു. ഒരു ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് ഉണ്ടാക്കണം. സ്റ്റോക്ക് മേടിക്കണമെങ്കിൽ അത് ഈ പറയുന്ന ആരാണ്, സ്റ്റോക്ക് ബ്രോക്കറുടെ കൂടിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. സ്റ്റോക്ക് ബ്രോക്കറുടെ കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാങ്കിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് സ്റ്റോക്ക് ബ്രോക്കർ നമുക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ മേടിച്ച് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അത് കീപ്പ് ചെയ്യുന്നു. സോ ഡിമാറ്റ് അക്കൗണ്ടിൽ ആ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 500 ഷെയർ KCS മേടിച്ച് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ മേടിച്ചപ്പോൾ ഒരു ഷെയറിന് 10 രൂപയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മൂല്യം കുറച്ച് കഴിഞ്ഞപ്പോൾ 20 രൂപയായി. അപ്പോൾ നിങ്ങൾ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സോ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 20 രൂപയായിട്ട് മാറി. അതിൻ്റെ മൂല്യം 10,000 ആയി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിപ്പോൾ വിൽക്കാം. അപ്പോൾ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ആയിട്ട് തിരിച്ച് കിട്ടാണ്, 10,000 രൂപയായിട്ട് തിരിച്ച് കിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് 2 തരത്തിലുള്ള അനാലിസിസ് ആണ്. ഇപ്പം എന്തിനെ പറ്റിയിട്ട് പഠിച്ചിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അത് ഏത് കാര്യത്തിലും. അപ്പോൾ ഇവിടെയാണെങ്കിലും ഒരു സ്ഥാപനത്തിനെ അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉണ്ട്. ബേസിക് ആയിട്ട് ഈ സ്ഥാപനത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതിനാണ് പറയാം ഫണ്ടമെൻ്റൽ അനാലിസിസ്. നമ്മൾ നേരത്തെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എങ്ങനെയുണ്ട് ഇവരുടെ പാരമ്പര്യം എന്താണ്, ഇവരുടെ സ്വഭാവം എന്താണ്, ചെക്കനെ കഴിക്കുന്ന സ്വഭാവം ഉണ്ടോ, സ്മോക്ക് ചെയ്യണം. ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉണ്ട് ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ട്. ടെക്നിക്കൽ അനാലിസിസ് ഉണ്ട്, അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്ഥാപനത്തിനെ പറ്റി പഠിക്കുന്ന പരിപാടിയാണ്. ഇങ്ങനെ 2 തരത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ചിലപ്പോൾ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതിനുള്ള ഒരു വഴിയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റിലൂടെ നമുക്കിപ്പോൾ പോസിബിൾ ആവുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് നടക്കുന്നത്, നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് പകരം ഒരു ഫണ്ട് മാനേജർ, ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ നേരത്തെ പറഞ്ഞ ഈ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും കമ്പനികളെ പറ്റിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ അരച്ച് കലക്കി പഠിക്കും. അവർ എക്സ്പേർട്ടുകളാണ്. ദെൻ നമുക്ക് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും നല്ല ഫണ്ടുകളിൽ. ദെൻ ഏതെങ്കിലും കമ്പനികളുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ അവരത് കറക്റ്റ് ചെയ്ത് നല്ല ഏരിയാസിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യും. മനസ്സിലാവുണ്ടോ? ദെൻ അവരിങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ചെറിയൊരു പെർസെൻറ്റേജ് കമ്മീഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാലും നമുക്ക് അവിടെ നല്ല റിട്ടേൺ ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ഒന്നും നടത്താൻ അറിയില്ല, സമയമില്ല, നോ പ്രോബ്ലം. അവിടെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഇത് ഹോൾഡ് ചെയ്താൽ മിനിമം നമുക്കൊരു 12 മുതൽ 15% വരെ റിട്ടേൺ ലഭിക്കുന്നതാണ്. മനസ്സിലാവുണ്ടോ? കോമ്പൗണ്ടിങ്ങിലൂടെ നമുക്ക് നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ സാധിക്കും, നമ്മുടെ വെൽത്ത് കൂട്ടാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടി നിങ്ങളിതൊക്കെ പഠിച്ച് പതുക്കെ വരാണെങ്കിൽ ഇതൊക്കെ ആർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും വേണമെന്നില്ല. പതുക്കെ മനസ്സിലാക്കാം. അങ്ങനെ പഠിച്ചു ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതിലോട്ടൊക്കെ ഇറങ്ങാം. ഈ പറയുന്ന ട്രേഡിങ്ങിലൊക്കെ വരുമ്പോഴാണ് അവിടെ ലാഭനഷ്ടത്തിൻ്റെ ഒരു കാര്യങ്ങൾ വരാം. കാലത്ത് മേടിച്ച് വൈകുന്നേരം വിൽക്കുമ്പോഴൊക്കെ അവിടെ എന്തായി റിസ്ക് എലമെന്റ് വരും. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അവിടെ റിസ്ക് എലമെന്റ് വരും. ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്, നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ ഇതാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാനുള്ള ഒരു കാര്യം. സോ ഇതാണ് ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ബിസിനസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് പറഞ്ഞു. രണ്ടാമത് ബിസിനസ്സിനെയും ഇൻവെസ്റ്ററെയും കൂട്ടി ചേർക്കുന്ന ബ്രോക്കറിലൂടെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. ദെൻ ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ മൂന്നാമത് പറഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള അതോറിറ്റി ഉണ്ട്, അതാണ് സെബി. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. എന്തിനാണ് സെബി? ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള അതോറിറ്റിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും
ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുമായിട്ടുള്ള അതോറിറ്റിയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പല പല സ്കാമുകൾ നടന്നിട്ടുണ്ട് അല്ലേ. റൂമേഴ്സ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റോക്കുകളുടെ വാല്യൂവിൽ കൂടുതലും കുറവിലൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ പല സ്കാമുകൾ നടത്തി പൈസ ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെബി വന്ന് അതിലൂടെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് സെബി ചെയ്യുന്നത്. സെബി കമ്പനീസിനെ നിയന്ത്രിക്കും, അതുപോലെ തന്നെ ബ്രോക്കേഴ്സിനെ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരെയും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യും. ഇൻവെസ്റ്റേഴ്സിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക, അതിലൂടെ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പ്രോപ്പർ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ആണ് സെബിയുടെ മെയിൻ ആയിട്ടുള്ള എയിം. സ്റ്റോക്ക് മാർക്കറ്റിലെ മെയിൻ പാർട്ടിസിപ്പൻസ് ആരൊക്കെ പറഞ്ഞേ? 2 സ്റ്റോക്ക് മാർക്കറ്റാണ്. BSE പറഞ്ഞു, NSE പറഞ്ഞു, ദെൻ ബിസിനസ്സുകാർ അല്ലേ നമ്പർ 1, ദെൻ രണ്ടാമത് ഇൻവെസ്റ്റേഴ്സ്, പിന്നെ ബ്രോക്കേഴ്സ്, സെബിനെ പറ്റി പറഞ്ഞു. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഡിമാറ്റ് അക്കൗണ്ടിലാണ് നമ്മുടെ ഷെയറുകളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളത്. ഈ ഡിമാറ്റ് അക്കൗണ്ടിന്റെ അതോറിറ്റീസ്, ഇത് കീപ്പ് ചെയ്യുന്ന അതോറിറ്റീസിനെ നമ്മൾ പറയുന്നതാണ് ഡിപ്പോസിറ്ററീസ്. ഈ ഡിമാറ്റ് അക്കൗണ്ടിന്റെ അതോറിറ്റീസ്, ഇത് കീപ്പ് ചെയ്യുന്ന അതോറിറ്റീസിനെയാണ് നമ്മൾ ഡിപ്പോസിറ്ററീസ് എന്ന് പറയാം. ഇന്ത്യയിൽ 2 മെയിൻ ഡിപ്പോസിറ്ററീസ് ആണുള്ളത്, CDSL-ഉം NSDL-ഉം. ഇങ്ങനെ 2 ഡിപ്പോസിറ്ററീസ് ഉണ്ട്, CDSL-ഉം NSDL-ഉം. ഈ ഡിപ്പോസിറ്ററീസിന്റെ അടുത്തേക്ക് നമുക്ക് പോയിട്ട് എനിക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? സ്റ്റോക്ക് ബ്രോക്കറാണ്, നമ്മുടെ ബ്രോക്കറാണ്. നമുക്ക് നേരിട്ടിട്ട് പറ്റില്ല. സ്റ്റോക്ക് ബ്രോക്കർ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു. ഈ ഡിമാറ്റ് അക്കൗണ്ടിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഡിപ്പോസിറ്ററീസ് ആണെന്ന് പറഞ്ഞു. നമുക്ക് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് പോയിട്ട് ഈ ഡിപ്പോസിറ്ററീസിന്റെ അടുത്ത് പോയിട്ട് എനിക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന് മാത്രമേ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. മെയിൻ ആയിട്ടുള്ള ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആണ് ഈ പറയുന്ന സ്റ്റോക്ക് ബ്രോക്കർ, ബാങ്കുകൾ, അവരൊക്കെ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ്. അപ്പോൾ ഈ ബാങ്കുകൾക്കും അതുപോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് സ്റ്റോക്കിലോട്ട് അല്ലെങ്കിൽ ഷെയറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് വേണം. അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് മെയിനായിട്ട് സ്റ്റോക്ക് ബ്രോക്കറെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. സോ ഇത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈസി ആയിട്ട് നിങ്ങൾക്ക് പാൻ കാർഡ്, ആധാർ, അതുപോലെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സീറോദയിലൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഫണ്ട് മാനേജറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് വെച്ചിട്ടുള്ള ചീത്തപ്പേരെന്താ? ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോവും. ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോകുമെന്ന് പറയുന്നത് ഈ ട്രേഡിങ്ങിലൂടെയൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനുള്ള സമയമില്ല, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തോ. ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾ പല സെറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, കുറി വയ്ക്കുന്നുണ്ട്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യൂ. ഈ കുറി വയ്ക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ അല്ലേ, റിട്ടേൺ കിട്ടില്ലേ? 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ നിങ്ങൾ മിനിമം കുറി വയ്ക്കുമ്പോൾ 5 വർഷത്തേക്കല്ലേ. നിങ്ങളിത് SIP ചെയ്ത് നോക്കിയേ, റിട്ടേൺ എത്രത്തോളം കിട്ടും നമുക്ക്. അപ്പോൾ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് എന്തായാലും അവിടെ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരിക്കും, താഴേക്ക് പോവും. ബട്ട് ഇത് എപ്പോഴും വണ്ടിയിലേക്കല്ല പോവാ, ഇത് കുറച്ച് കഴിഞ്ഞാൽ കയറി വരും. ബട്ട് സാധാരണ ആൾക്കാർ ഇത് കേൾക്കുന്നത് എന്താ? ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ പോയി. ഇത് ഈ ട്രേഡിങ് നടത്തുന്ന ആൾക്കാർ അവർ ചിലപ്പോൾ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഹോൾഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ പൈസ കുറയണു, അവരുടെ കയ്യിലുള്ള അവർ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ മൂല്യം കുറയും. മനസ്സിലാവുണ്ടോ? ഇൻവെസ്റ്റ് ചെയ്തു, ദെൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്ത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ നോക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ അങ്ങനെ നോക്കണ്ട, നിങ്ങൾ ഹോൾഡ് ചെയ്താൽ ഇത് എന്തായാലും കയറി വരുന്നേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെക്കരുത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പണം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ബേസിക് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എല്ലാതും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, ദെൻ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ആരാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മെയിൻ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും.
സോ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ ബേസിൽ അഡീഷണൽ വീഡിയോസ് ഓരോ വീക്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെ, ഡിസിപ്ലിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെ എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ സാധിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.